ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓവണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പാനിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ലെഗ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതായത് മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഒരു 4-5 ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഒരു മസാല കൂട്ടി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എരിവുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലധികം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതേ അളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം തന്തൂരി മസാല കിട്ടും നമുക്ക് വാങ്ങിക്കാൻ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഗാർലിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും, അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറിൽ തന്നെയാണ് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ, അത്യാവശ്യം വലുപ്പമുണ്ട്, ആ ഒരു നാരങ്ങ നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അധികം പൊടിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കടുകെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, മസ്റ്റേർഡ് ഓയിൽ. അതും വാങ്ങിക്കാനൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല റെഡിയായി കിട്ടും. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാല പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിനുള്ളിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 ലെഗ് പീസും നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാനിത് ഒരു അത്യാവശ്യം വലിയൊരു പാനിലേക്ക് ആ ഒരു ഓയിൽ, മസ്റ്റേർഡ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഒലീവ് ഓയിൽ എടുക്കുക കേട്ടോ. ആ ഒരു തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റേർഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓവണൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്